ആണുങ്ങളുണ്ടെങ്കിൽ വരി തൊഴി. അങ്ങനെ ആണുങ്ങൾ ഇന്നലെ എനിക്ക് വിളിച്ചിരുന്നു. തിരുവനന്തപുരം പാളയം ഗ്രാമത്തിൽ സെലഫികളുടെ കമ്മിറ്റിയാണ്. സെലഫികൾക്കാണ് മെജോറിറ്റി. അവരുടെ ആളുകളാണ് അവിടെ ഒത്തുപോടുക. അവരാളുകളാണ് നടത്തുന്നത്. ഇന്നലെ എനിക്ക് വിളിച്ചിരുന്നു. എന്താണെന്നറിയോ, റബീഉൽ അവ്വൽ 1 മുതൽ 12 വരെ കാലത്താൽ നടത്തുന്ന മൗലിദ് പരിപാടിയും പ്രഭാഷണവും ഈ കൊല്ലവും ഉണ്ട്. ഒരു ദിവസം നിങ്ങളൊന്ന് പ്രഭാഷണം നടത്തി തരുമോ? ഇന്നലെ ആളെ വാസത്തെയാക്കി വിളിച്ചിട്ടുണ്ട്. ഇന്നലെ തിരുവനന്തപുരത്തെ ഇന്നലത്തെ ഒരു പ്രധാനപ്പെട്ട അവിടുത്തെ എഞ്ചിനീയറിംഗ് കോളേജിലെ ഞാനുമായി ബന്ധമുള്ള ഒരു അധ്യാപകനുമായി ബന്ധപ്പെട്ട് പാളയം പള്ളി കമ്മിറ്റി ഇന്നലെ വിളിച്ചു. അപ്പൊ അവിടെ അത് സുന്നത്താണ്. 4 വർഷത്തിൽ അത് ശുൽക്കം. അവിടെ ഈ നബിദിന യോഗത്തിൽ പ്രസംഗിക്കുന്ന സലഫി പണ്ഡിതന്മാർ കഴിഞ്ഞ കൊല്ലം വരെ പ്രസംഗിച്ചിട്ടുണ്ട്. നോട്ടീസ് നമ്മളെ കയ്യിലുണ്ട്, രേഖയുണ്ട്. ഇതൊന്നും എന്തെങ്കിലും വിളിച്ചു പറയാൻ കാസിമിക്ക് പറ്റില്ല. ഞാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ്. എന്തെങ്കിലും പറയാൻ പറ്റില്ല. തെളിവുകളോട് പറയാം. നിങ്ങളൊക്കെ ഈ പ്രഭാഷകന്മാരടക്കം, ഞാൻ അവരുടെ വ്യക്തിപരമായി പേര് പറയുന്നില്ല, ഇപ്പോൾ പറയുന്നില്ല, പറയേണ്ടി വന്നാൽ പറയാം. ഇപ്പൊ കഴിഞ്ഞ കൊല്ലം വരെ നബിദിന യോഗത്തിൽ നിങ്ങൾ പ്രസംഗിച്ചതാണ്. ഈ കഴിഞ്ഞ കൊല്ലം വരെ തിരുവനന്തപുരത്ത് പാളയം നിങ്ങൾ പ്രസംഗിച്ചിട്ടുണ്ട്. പിന്നെ പാളയത്ത് പ്രസംഗിച്ചിട്ട് ഇവിടെ പ്രസംഗിക്കാതിരിക്കാൻ എന്തെങ്കിലും വല്ല കാരണം ഉണ്ടാവാം. പാളയമൊക്കെ അല്ലേ, പിന്നെ അതിനനുസരിച്ചൊക്കെ വല്ലതും ഉണ്ടാവാം. പിന്നെ സാധുക്കളായ മനുഷ്യന്മാരെ നാടല്ലേ, ഇവിടെ അതിനനുസരിച്ച് കവറ് കമ്മിയായി വരിക്കും. എന്തുവാണാവോ? എന്തായാലും നടന്നു കഴിഞ്ഞോടല്ല. ഞാന് നിഷേധിക്കാൻ ചെയ്യാറുള്ളവരുണ്ടെങ്കിൽ പറയും. നിങ്ങളെ നിങ്ങളൊന്നും കുറ്റം പറയുമ്പോൾ ഇഷ്ടമില്ല. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട. ഈ പാവപ്പെട്ട മനുഷ്യന്മാരെ എന്തിനാ പ്രേരിപ്പിക്കുന്നത്? അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ഇവിടെ സ്വഹാബത്തിന്റെ മാർഗം, സുദ്ദീഖീങ്ങളുടെ മാർഗം, മുത്തഖീങ്ങളായ സ്വാലിഹീങ്ങളുടെ മാർഗം. അവിടെ നിന്നും പ്രീതി കയറി ഇവിടെ വന്ന് പ്രസംഗിക്കുന്നവർ അവിടെ എത്ര പ്രസമാത്തിന്റെ ആളുകളാണ്, എത്ര ആളുകളാണ് അവിടെ മന്ത്രി ചെയ്താൻ വേണ്ടി ക്യൂ നിൽക്കുന്ന ആളുകൾ. എല്ലാ പറക്കത്തെടുക്കുന്ന പരിപാടിയുമുള്ള നാടാണ് UAE. സൗദിയിൽ കൈ നടക്കില്ല, അവിടെയും കൈ നടക്കില്ല. കിങ് ഖാലിദ് എയർപോർട്ടിൽ, റിയാദിൽ കിങ് ഖാലിദ് എയർപോർട്ടിൽ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് ഒരു 10-12 കിലോമീറ്റർ ഇങ്ങോട്ട് വന്നിട്ട് എക്സിറ്റ് 13-ലോ 12-ലോ കയറിയിട്ട് നേരെ ഇങ്ങോട്ട് കയറിയ വലിയ ഒരു കെട്ടിടം. ആ കെട്ടിടം ഒരു ഷെയ്ഖിന്റെ മന്ത്രി ചൂടുന്ന പോലെയാണ്. അവിടെ കുന്നംകുളത്തുകാരൻ വിജയൻ എന്ന ഒരാൾ കന്നാസ് വിൽക്കണം. ഇവനെ കന്നാസ് വിൽക്കുന്ന മുതലാളി മനസ്സിലായില്ല. നിങ്ങളിന്റെ കൂടെ എന്താ? എന്നാ ഞാൻ ഒന്നുമില്ല. റിയാദ് നിങ്ങൾ ചോണക്കുട്ടികളുണ്ടെങ്കിൽ ശരി. റിയാദിൽ കിങ്കാലിദ് എയർപോർട്ടിൽ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് നേരെ വരിക. റിയാദിലേക്ക് വരുമ്പോൾ, ബത്തയിലേക്ക് വരുമ്പോൾ കിങ്കാലിദ് എയർപോർട്ടിൽ നേരെ വന്നിട്ട് എക്സിറ്റ് 13 റൗദയിലേക്കോ അല്ലെങ്കിൽ മലാസിലേക്കോ ഇങ്ങനെ തിരിഞ്ഞ് കയറി ഇങ്ങനെ വന്നിട്ട് എക്സിറ്റ് 9-ലാവുമ്പോ പുറത്താവുക. എക്സിറ്റ് 9 നേരെ പുറത്തായാൽ വലിയ ഒരു ഒരു വലിയ കെട്ടിടം കാണാം. ആ കെട്ടിടത്തിന്റെ ആകൃതി പോലും ഇപ്പോഴും എന്റെ കണ്ണിലുണ്ട്. വലിയ ഒരു കെട്ടിടം, ഒരു ടെന്റ് മോഡലുള്ള വലിയ ഒരു വാർപ്പിന്റെ കെട്ടിടമുണ്ട്. അത് കാലില്ലാത്ത ഒരു ഷെയ്ഖ് മന്ത്രി ചൂടുന്ന സ്ഥലമാണ്. അവിടെ 3 ദിവസം ആണുങ്ങൾക്കും മന്ത്രി ചൂടൽ, 3 ദിവസം പെണ്ണുങ്ങൾക്ക് മന്ത്രി ചൂടൽ, 1 ദിവസം അയാൾക്ക് ചുട്ടിയാണ് ഒഴിവാണ്. അതിന്റെ കൂടെ എന്താ? നിങ്ങളാരും പെട്ടുപോകില്ല. ഞാൻ പറഞ്ഞതൊക്കെ ഞാൻ ഏറ്റെടുക്കും. ഇയാൾക്ക് കാലില്ലാത്തൊരു ഷെയ്ഖ് നല്ല മനുഷ്യനാണ്, നല്ല മനുഷ്യൻ. എവിടെ? സൗദിയിൽ. അതിന്റെ നേരെ മുൻഭാഗത്ത് കുന്നംകുളത്തുകാരൻ വിജയൻ എന്നൊരാൾക്ക് കന്നാസ് വെച്ചോളാം. ഇവർ കന്നാസ് വിറ്റിട്ട് ഏക്കർ കണക്കിന് റബ്ബർ വാങ്ങുക. കാരണം ആ അളവിലാണ് അവിടെ നിന്ന് കന്നാസ് വിറ്റ് പോണത്. എന്തിനാ കന്നാസ്? മനസ്സിലായില്ലേ? പ്ലാസ്റ്റിക്കിന്റെ എന്താ പറയാ, ഇജാലൂണില്ലേ, കണ്ടില്ലേ? ആ പ്ലാസ്റ്റിക്കിന്റെ ഇജാലൂൺ മനസ്സിലായില്ലേ? ഇത് വിറ്റിട്ട് വിജയൻ മുതലാളി. കാരണം അത്ര അളവിലാണ് അവിടെ
മതിൽ ചുടുന്ന വെള്ളത്തിന് മതിൽ എവിടെ? സൗദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദിൽ കിങ് ഖാലിദ് എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് 8:09 വന്ന് കയറിയിട്ട് നേരെ നോക്കുന്ന ശൈഖിന്റെ കണ്ട് കണ്ടിട്ടില്ലെങ്കിൽ റഹ്മത്തുൽ പ്രവാചകനാണ്. യാസിനോടുള്ള സ്ഥലം അടിക്കൊരു ശൈത്താൻ നടക്കുന്ന സ്ഥലം. ഒരു ഷെയ്ഖ് ശൈത്താൻ നടക്കുന്നുണ്ട് എന്ന് കേട്ടപ്പോൾ ഞാനൊരിക്കൽ റിയാദിൽ പോയപ്പോൾ ഷെയ്ഖ് ശൈത്താൻ നടക്കുന്ന ഷെയ്ഖുണ്ട് എന്ന് കേട്ടപ്പോൾ മനുഷ്യമാർക്ക് ശൈത്താൻ നടക്കുന്നില്ലേ? ശൈത്താൻ നടക്കുന്നത് കണ്ടപ്പോൾ ഇതൊന്ന് കാണണമെന്ന് തോന്നി. മകരം നോക്കിയിട്ടാണ് ഇയാളെ അക്ഷരം മുഴുവൻ. അങ്ങനെ ഞാനൊരു വലിയ കെട്ടിടം, അതിന്റെ അപ്സ്റ്റെയറിലാണ് കുറെ രോഗികൾ ഇരിക്കുന്നത്. അങ്ങനെ ഞാൻ വന്ന് കാഴ്ചക്കാർ വേറെ കുറെ ആളുകളുണ്ട്, ഞാനും അവിടെ കേട്ടില്ല. അങ്ങനെ ആജാനുബാഹുവായ ഒരു ഷെയ്ഖ് ചൂരലും കൊണ്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇങ്ങോട്ട് ബാക്ക് ഭാഗിൽ ഒരു ഡോറ് പൊട്ടിച്ചിങ്ങോട്ട് പുറത്തു വന്നയാൾ. അതൊരു ഭയപ്പെടുത്തുന്ന ഒരു പ്രത്യേക തഹ്വീഫിന്റെ രൂപത്തിൽ പറഞ്ഞ ബാക്ക് തിരിഞ്ഞ് നോക്കുമ്പോൾ ഷെയ്ഖ് വരിക, വലിയ ചൂരൽ എന്ന് പറഞ്ഞു വന്ന ഉടനെ തന്നെ യാസീനോട് ആദ്യത്തെ ആള് മുതൽ തുടങ്ങി ഇയാൾ വേദ്യം ചെയ്യും. യാസീനോടും കൊടുക്കും പുറത്ത് ചൂരലാക്കി എന്റെ ഈ കണ്ണോട് കണ്ടിട്ടുണ്ട്. ഒരുപാട് ശൈഖന്മാർ, ഒരുപാട് രോഗികളെ, ശൈത്താനിയത്ത് ബാധിച്ച രോഗികളെ അടിച്ചിട്ട് ശൈത്താൻ ഇളക്കുന്ന ഒരുപാട് സ്ഥലം റിയാദിലുണ്ട്. സൗദി ഔഖാഫിന്റെ ലൈസൻസ് ഉള്ള കേന്ദ്രങ്ങൾ. അവിടെയൊക്കെ പറഞ്ഞത് പോരെ ഈ നാട്ടിൽ. എന്താണ് നിങ്ങളുടെ നിലപാട്? അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ഈ ഇരട്ടത്താപ്പ്, വഹാബികളെ ഈ ഇരട്ടത്താപ്പ് നിങ്ങൾ അവസാനിപ്പിക്കണം. ലോകം പുരോഗമിച്ചിട്ടുണ്ട്, മനുഷ്യൻ മാറിയിട്ടുണ്ട്. ലോകത്തിന്റെ നാനാഭാഗത്തും എന്ത് നടക്കുന്നു എന്ന് സദാസമയവും ഇപ്പോൾ അറിയാനുള്ള പരിപാടി ലോകത്തുണ്ട്. ഇനി നിങ്ങൾ വരട്ട് തത്വവാദം നടക്കില്ല.